യെസ്, ഡി എസ് സിയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആസ് എക്സ്പെക്റ്റഡ് പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നത് എടുത്തു നിന്ന് തന്നെയാണ് പറയേണ്ടത്. കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഫ്രം പ്രണവ് മോഹൻലാൽ. ആൻഡ് ഹൊറർ പടം എന്നൊക്കെ പറയുമ്പോൾ രാഹുൽ സദാശിവൻ എൻ്റെ മോനെ നമ്മളെ പല രീതിയിൽ ഞെട്ടിക്കാന്നൊക്കെ പറയത്തില്ലേ. ഭൂതകാലത്തിൽ വന്നിട്ട് ഞങ്ങളെ പ്രേതം ഇല്ലാണ്ട് ഞെട്ടിച്ചു, ഭ്രമയുഗത്തിൽ വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ഡി എസ് സിയുടെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കാണുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫിന് തന്നിരിക്കുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. ആ മൊമെന്റ്സ് ഈ കിട്ടാന്നൊക്കെ പറയാന്ന് തന്നെ നമുക്കൊരു ഹൊറർ പടം കാണുമ്പോൾ വൈ ഹീസ് ബെസ്റ്റ് ഇൻ ദ ബിസിനസ്. സൂപ്പർ മാൻ. എനിക്ക് അതിന് മുമ്പ് എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. ഒന്ന് പ്രണവ് മോഹൻലാൽ. പ്രണവ് മോഹൻലാലിന്റെ ഒറ്റയ്ക്കുള്ള അയ്യര് കളിയാണിത്. അതായത് പ്രണവ് മോഹൻലാൽ വൺ മാൻ ഷോ, ലിറ്ററലി വൺ മാൻ ഷോ. ഒറ്റ മനുഷ്യനില്ല കൂടെ, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രണവ് കാണിക്കുന്ന മാജിക് ഉണ്ട് സ്ക്രീനിൽ. മാജിക്, ലിറ്ററലി പ്യുവർ മാജിക് മാൻ. അത് ഫസ്റ്റ് ഹാഫിൽ ഉള്ളൂ മൊമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിരവധി മൊമെന്റ്സ്. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി ഷഹനാസ് ജലാലിനെ ഒന്നും വിടാതെ പിടിച്ചേക്കുകയാണ് കേട്ടോ. ഷഹനാസ് ജലാലിനെ പിടിച്ച് വെച്ചേക്കുകയാണ് രാഹുൽ സദാശിവൻ. ഇപ്പോൾ ഭൂതകാലമായാലും ഭ്രമയുഗമായാലും ഷഹനാസ് ജലാലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് തന്നെയാണ്. ഇപ്പോൾ പാതിരാത്രിയിലൊക്കെ ഷഹനാസ് ജലാലാണ് വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ പടം പുള്ളിയുടെ ഒരു രീതിയിൽ കരിയറിലേക്ക് പോകുന്ന ഒരു പടമായിട്ട് മാറുന്നുണ്ട്. അതായത് പുള്ളിയുടെ റേഞ്ചാണ് ആ ഒരു രീതിയിലുള്ളൊരു സിനിമാറ്റോഗ്രഫി വർക്കിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി. എഡിറ്റിങ്ങിനൊക്കെ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് ഈ സാധനം. ആൻഡ് മ്യൂസിക് ബൈ ക്രിസ്റ്റോ സീവിയർ. ഇത് മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ സൈലൻസ്. ആൻഡ് നല്ല ക്രൗഡാട്ടോ, പറയാതിരിക്കും, ഗംഭീര ക്രൗഡാണ്. അപ്പം അതിൻ്റെ ആലജിൽ ഊലിജിൽ എന്നുള്ള നിലവിളി ഒന്നുമില്ലാതെ പക്ക പ്രീമിയർ ഷോ കാണാൻ വന്നേക്കുന്ന ഗംഭീര ക്രൗഡ് ഇതിനകത്തുണ്ട്. ആ ക്രൗഡ് അവരുടെ കൂടെ പടം കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ജംപ് സ്കെയർസ് കൃത്യം. ഒരു പയ്യനുണ്ടേ, കിരൺ എന്നാണ് ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അവൻ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് ചാടുന്നൊരു സീനുണ്ട്. തല ചുറ്റി പോണ രീതിയിലുള്ള സാധനം. ഇന്റർവൽ ബ്ലോക്ക് വാസ് പിക്ചർ പെർഫെക്റ്റ്, അടിപൊളി സാധനം, ഗംഭീര വർക്ക്. അതായത് നമുക്ക് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ബെഞ്ച് മാർക്ക് രാഹുൽ വെച്ചിട്ടുണ്ട്. ഹൊറർ സിനിമയിൽ വൈ ഹീ ഈസ് ദ കിങ് എന്ന് രാഹുലിനെ വിളിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾ ആയിട്ടും കൂടി ഈ പടം മാറ്റുകയാണ്. ആൻഡ് ഡി എസ് സിയുടെ ഫസ്റ്റ് ഹാഫ് ഇസ് റോക്കിംഗ്, ഇറ്റ്സ് ആബ്സല്യൂട്ട് റോക്കിംഗ്. സെക്കൻഡ് ഹാഫ് എന്താണെന്ന് കാണണം. പ്രണവിൻ്റെ ക്യാരക്ടർ ഷെയ്ഡ്സ് അതിഗംഭീര ക്യാരക്ടർ ആട്ടോ. പ്രണവ് പൊളിക്കാൻ പോവാണ്. വൺ മാൻ ഷോ എന്നൊക്കെ രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫ് പറയാം. സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് മാൻ. ലാലേട്ടനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. എന്താണ് സെക്കൻഡ് ഹാഫിൽ ഒളിപ്പിച്ച് വയ്ക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സ്റ്റേ ട്യൂൺഡ്. സെക്കൻഡ് ഹാഫിലോട്ട് വരാം.